ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് എങ്ങനെ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് നോക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പട്ടുസാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്രയും ലെങ്ത് വേണ്ട, നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം രണ്ട് അരികുവശവും നമുക്ക് കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. നമുക്ക് ഇതിന് വേണ്ട മെഷർമെൻറ്റ് നോക്കാം. ഫാബ്രിക് ലെങ്ത് നമ്മൾ എപ്പോഴും 4 മീറ്ററാണ്. വലിയവർക്കൊക്കെ എപ്പോഴും പാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് 4 മീറ്റർ ടു 5 ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ 4 മീറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ ടേപ്പ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 4 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 158 ഇഞ്ചൊക്കെയാണ് വരുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഫാബ്രിക് കുറവാണ്. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് 152 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. 32, 36, 40 ഒക്കെ വരുന്നവരുണ്ട്. എനിക്കിവിടെ 34 ആണ് കറക്റ്റ് വരുന്നത്. പക്ഷേ എനിക്ക് 36 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ വേസ്റ്റ് റൗണ്ട് അനുസരിച്ച് അത് കൊടുക്കാം. പിന്നീട് നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞത് പ്ലീറ്റിൻ്റെ സൈസാണ്. നമ്മൾ എടുക്കുന്ന പ്ലീറ്റ് എത്ര സൈസ് വേണം. 1 ഇഞ്ചൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. 1.5 കൊടുക്കാം. ഇഷ്ടമുള്ളതുപോലെ നമുക്ക് പ്ലീറ്റിൻ്റെ സൈസ് കൊടുക്കാം. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വെട്ടം അടിച്ചപ്പോൾ ഒട്ടും കാണുന്നില്ല. ഇനി വേണ്ടത് പ്ലീറ്റ് ഇൻടേക്ക് ആണ്. പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഞൊറിവെടുക്കത്തില്ലേ, അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഫാബ്രിക് ഫോൾഡ് ചെയ്ത് പോകത്തില്ലേ, അതാണ് പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫോർമുല വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഫോർമുല എന്ന് പറയുന്നത് ഫാബ്രിക് ലെങ്ത് മൈനസ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ്. അതാണ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്ലീറ്റ് സൈസ് 1 ഇഞ്ചാണല്ലോ കൊടുത്തത്. അങ്ങനെ വെച്ച് 36 വേസ്റ്റ് റൗണ്ട് വരുമ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് 36 തന്നെ വരും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വാല്യൂസ് കൊടുത്താൽ 152 മൈനസ് വേസ്റ്റ് റൗണ്ട് 36 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് 36. നമുക്ക് അത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ 3.22 അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് അതിനെ റൗണ്ട് ചെയ്ത് 3.3 എടുക്കാം. നമ്മുടെ പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് 3.3 ആണ്. ഇതാണ് നമ്മുടെ പാവാട സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ള സംഭവം എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആണെങ്കിൽ ഞുറിവെല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. ഇക്വേഷൻ എന്ന് പറയുന്നത് ഫാബ്രിക് ലെങ്ത് മൈനസ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇതാണ്. അപ്പോൾ ഞാനത് അരികു വശം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തായിരുന്നു. അവിടെ ആദ്യം 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ 3.3 ഇല്ലേ പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്, അത് എടുത്തത് 3.3 ഇഞ്ച് അടയാളപ്പെടുത്തുക. വീണ്ടും 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം 3.3 പ്ലീറ്റ് ഇൻടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയ പോലെയാണ്. ഇങ്ങനെ വേണം നമ്മുടെ 1 ഇഞ്ചും പിന്നെ അടുത്ത 3.3 അടയാളപ്പെടുത്തിയില്ലേ അതും കൂടിയാണ് നമ്മൾ ചേർത്ത് വെച്ചിട്ട് പ്ലീറ്റ് ഇൻടേക്ക് കൊടുക്കാനുള്ളത്. അതിനുശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതേപോലെ 3.3 എടുത്തില്ലേ ഇങ്ങേറ്റവും നമ്മുടെ 1 എടുത്തതിൻ്റെ ആ സൈഡും കൂടെ ചേർത്ത് വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഞുറിവ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. മുട്ടുസൂചി ഉണ്ടെങ്കിൽ നമുക്കിത് പ്ലീറ്റ് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ പ്ലീറ്റ് ചെയ്തെടുത്ത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെയാണ് അയൺ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ അയൺ ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വേസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബാൻഡ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. 4 4.5 5 എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം. വേസ്റ്റ് റൗണ്ട് 36 ആണല്ലോ, ആ ലെങ്ത്തിൽ എടുത്താൽ മതിയാവും. അപ്പോൾ അതും കൂടെ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ അഴുക്ക് വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എൻഡ് വരെ. അതിനുശേഷം നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മുടെ നല്ല വശത്തോട്ട് വെച്ചിട്ട് ബാൻഡ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സൈഡും കൂടെ ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ സ്കേർട്ട് റെഡിയായി. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ.